ഞാനൊരു 1 ഹവറായിട്ട് ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യാണ്. എന്തോ അങ്ങോട്ട് ശരിയാണ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും ഈ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചായിരുന്നു. കാരണം ഇന്നലെ ആയിരുന്നല്ലോ ഈദ് മുബാറക്. പക്ഷേ ഇന്നലെ എൻ്റെ സാഹചര്യം വെച്ച് എനിക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിരുന്നപ്പോൾ ഇന്നത്തെ സാഹചര്യവും വെച്ച് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. സാഹചര്യം എന്താണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. രാവിലെ എന്നെ ബിസ്മി വിളിച്ച് എണീപ്പിച്ചിട്ട് പറഞ്ഞു, എടി വീട്ടിലോട്ട് വരാൻ. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. എൻ്റെ ആ നിലവിളി കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് ഉരുകിപ്പോയായിരുന്നു കേട്ടോ. അങ്ങനെ വാരി പിടിച്ചുകൊണ്ട് നേരെ ബിസ്മിയുടെ വീട്ടിൽ വന്ന് വെറും വയറ്റിൽ ഇന്നലെ ഞാൻ പൊറോട്ടയും ബീഫൊക്കെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ കുറച്ച് മുന്തിരി എടുത്തുകൊണ്ട് തേരാപ്പാര നടക്കണത്. പിന്നെ ബിസ്മിക്കാണെങ്കിൽ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്ത കേട്ടോ. എന്നിട്ട് ഞാൻ തിരിച്ച് അവിടെ താഴെ നിൽക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. പോരാത്തതിന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ഇങ്ങനത്തെ കോലം കെട്ടാനൊന്നും പോവാറില്ല. എനിക്കിതൊന്നും അത്ര കംഫർട്ടുള്ള ഡ്രസ്സൊന്നുമല്ല. പക്ഷേ ഇന്നലെ എന്തോ ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു ഈ ഡ്രസ്സ് ഇട്ടതിന് ശേഷം. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ തനി സ്വഭാവം പുറത്ത് കാണിച്ച് ഞാൻ മുടിയൊക്കെ വാരി അങ്ങ് കെട്ടി വെച്ച് അവിടെ കയറി അങ്ങ് കിടന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബിസ്മി അവളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ അപ്പോഴത്തേക്കും ബിസ്മിയുടെ വീട്ടിൽ നിന്ന് നാസിലയുടെ വീട്ടിലോട്ട് വന്നു. ഇവരൊക്കെ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സാണ്, ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ. പിന്നെ നാസിലയുടെ വീട്ടിൽ പോയപ്പോൾ യവനെ കണ്ട്. യവനെ ഞാനിങ്ങനെ കയ്യും കാലൊക്കെ കാണിച്ച് വശീകരിക്കാൻ നോക്കണുണ്ട്. വേറൊരാൾ ഇവിടെ ആണെങ്കിൽ സോഫയുടെ അടി കിടക്കുകയാണ്, പുറത്തോട്ട് ഇറങ്ങി വരുന്നേ ഇല്ല. ഇവനാണെങ്കിൽ ഉണ്ട കണ്ണു ഉരുട്ടി ഇവളിത് എവിടെ നിന്ന് വന്നത് പൊടി പുല്ലേ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ കൈ കാണിച്ചിട്ടൊന്നും നോക്കണേ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റേ തൽപര കക്ഷിയല്ലെന്ന് തോന്നുന്നു. ഫൈനലി എൻ്റെ അടുത്ത് നാസില പറഞ്ഞേടി ഈ ഒരു ഫുഡ് അതിൻ്റെത് കൊടുത്തു നോക്ക്, ജസ്റ്റ് മൂക്കിലിങ്ങനെ മണപ്പിച്ചാൽ മതി, അപ്പോൾ അവനായിട്ട് തന്നെ അത് നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചോളൂന്ന്. അങ്ങനെ ഞാനിങ്ങനെ ദൂരോട്ട് പിടിക്കുകയാണ്. കാരണം ഓൾറെഡി ഇവ എന്നെ കടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ കടിക്കുമെന്ന് എൻ്റെ അടുത്ത് അവൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ. ലാസ്റ്റ് അതിങ്ങനെ അള്ളിയപ്പോൾ ഞാനിങ്ങനെ ബാക്കിലോട്ടൊന്ന് കൈ വലിച്ച്. പിന്നെ നാസിലയുടെ അനിയത്തി അവിടെയാണെങ്കിൽ ഇങ്ങനെ ഫ്രൂട്ട് സലാഡ്, മറ്റേ കസ്റ്റാർഡ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഫ്രൂട്ട്സൊക്കെ എടുത്ത് നുള്ളിപ്പറക്കി കൊണ്ട് നടക്കുകയായിരുന്നു. അതിൽ നിന്ന് ഞാൻ 2 ബ്ലൂബെറി എടുത്തുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോയതാണ്. പക്ഷേ എൻ്റെ ഇമാജിനേഷനിൽ ഉണ്ടായിരുന്ന ബ്ലൂബെറിയുടെ ടേസ്റ്റ് ഇങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബ്ലൂബെറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഇവളാണെങ്കിൽ പാവം കേട്ടോ, ഇവളുടെ ഉമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇവളാണ് ബിരിയാണിയൊക്കെ വെച്ച് ടയേർഡായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ബ്ലൂബെറി തിന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ട്രോബെറി എടുത്ത് കഴിച്ചത് കേട്ടോ. ഇത് പക്ഷേ കൊള്ളായിരുന്നു. പിന്നെ ഞാനൊരു സ്ട്രോബെറി ലബ്ബറാണ്, അതുകൊണ്ട് എനിക്ക് ഞാൻ പറയണ്ടല്ലോ. പിന്നെ അവളാണെങ്കിൽ ഇവിടെ കസ്റ്റാർഡ് പൗഡറൊക്കെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് ഇവളും ബിരിയാണി കഴിച്ചില്ല, ഞാനും ബിരിയാണി കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടോം ആൻഡ് ജെറിയൊക്കെ കണ്ട് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞ് പോയി ഇരുന്നതാണ്. എന്നിട്ട് ഞാൻ ഇവളടുത്ത് കാല് പിടിക്കണ പോലെ പറയണേടി എനിക്ക് കുറച്ച് മതി കുറച്ച് മതി. കാരണം ഞാൻ ബിസ്മിയുടെ അവിടെ നിന്ന് ഏതാണ്ടൊക്കെ തിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഇവളുണ്ടാക്കിയതായതുകൊണ്ട് ഇവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സെർവ് ചെയ്യണുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എടി എൻ്റെ വയറ്റിൽ സ്ഥലമൊന്നുമില്ലടി, ഇത്ര ഞാൻ കഴിക്കൂലടി, ഇത് വേസ്റ്റ് ആവുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് അവൾ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത്, നീ കഴിക്കണ അത്രയും കഴിച്ചാൽ മതി, നീ ആദ്യം കഴിച്ച് തുടങ്ങുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ കഴിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്കൂൾ കാലം ഓർമ്മ വന്നത്. അതായത് സ്കൂളിൽ വെച്ച് എനിക്ക് നാസിലൊരു തട്ട ഇട്ടുകൊണ്ട് നടക്കണം എൻ്റെ ഒരു മെയിൻ പരിപാടിയായിരുന്നു. ഞാൻ പൊട്ടൊക്കെ ഊരി വെച്ച് തട്ട ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നേ. എല്ലാം പോയാ റാഷികയാണെങ്കിൽ ആ കസ്റ്റാർഡ് ഇടാൻ വെച്ചിരുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടി എടുത്തോണ്ട് മുറ്റത്തോട്ട് പോണുണ്ട്. തിരിച്ചു വന്ന വഴിക്ക് അവൾ അതെല്ലാം അവിടെ തട്ടിക്കാമത്തിയിട്ട് കേട്ടാ. അങ്ങനെ ഞാൻ നാസിലുണ്ടാക്കിയ ബിരിയാണിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളായിരുന്നു. ഇത് പിന്നെ ബിരിയാണി എല്ലിൻ്റെ ഇടയിൽ കയറിയതാണ്, വേറെ ഒന്നുമല്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്നലെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായില്ല, ഇന്നും സാഹചര്യം ഉണ്ടായില്ല. ഇന്നിപ്പോൾ ഞാൻ സാഹചര്യം ഇല്ലാഞ്ഞിട്ടും സാഹചര്യം ഉണ്ടാക്കി ഞാൻ ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്യണം. ഇപ്പോൾ സമയം എത്രയെന്ന് പറഞ്ഞാൽ രാത്രി ഒരു 11:33 ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു 10 മണിക്ക് ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് തലവേദനിച്ചിട്ടാണെങ്കിൽ എനിക്ക് തല എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കാനുള്ള അത്രയും തലവേദനയും വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോരാത്തിന് നല്ല വൊമിറ്റിംഗ് ടെൻഡൻസിയും ഉണ്ട്, തല കറങ്ങുന്ന പോലെയും ഉണ്ട്. പക്ഷെ ഞാൻ നെവർ ഗീവ് അപ്പ് അഞ്ജലി എന്നും പറഞ്ഞിങ്ങനെ എന്നെ എണീപ്പിച്ച് ഇവിടെ നിർത്തിയേക്കാണ്, അതും ടെറസിൻ്റെ മണ്ടയ്ക്ക്.
ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ബിസ്മിയുടെ വീട്ടിൽ കിടന്നാണ് ഉറങ്ങിയത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാനും ഇവളും കൂടി രാത്രി മൊത്തം ഉറങ്ങാതെ കഥയും പറഞ്ഞ് 4 മണി വെളുപ്പിന്, അതായത് ഇന്ന് വെളുപ്പിന് 4 മണിക്കാണ് നമ്മൾ രണ്ടുപേരും ഉറങ്ങിയത്. എന്നിട്ട് രാവിലെ എണീക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കിന്ന് പകൽ മൊത്തം മൈഗ്രെയിൻ ട്രിഗറായിട്ട് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയും തലകറക്കവും. ലാസ്റ്റ് ഞാൻ വൈകുന്നേരം ഒന്ന് കയറി കിടന്ന് ഉറങ്ങി. ഒരു 8 മണിയായപ്പോൾ ഞാൻ ഉറക്കം എണീറ്റ് ഫുഡും കഴിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. അതാണ്, ഒന്ന് ക്ഷമിക്കണം. ഇന്നലെ ഇന്നും ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ്. അങ്ങനെ ഇവർ ഫോട്ടോ എടുത്ത് റോഡിൽ ഇറങ്ങിയപ്പോൾ ഞാനും കൂടെ പോയതാണ്. എന്നിട്ട് ഞാനിപ്പോൾ താഴെ പോകുമായിരുന്നു. ഇത് അവളെ ചെരുപ്പ് കാണിക്കാൻ പറഞ്ഞു. എന്തിനാണോന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ കല്ലൊന്നും കണ്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ പൊതുവേ തറയിൽ നോക്കി നടക്കുന്ന ഒരു സ്വഭാവമേ ഇല്ല. ഞാനിപ്പോൾ അവിടെ ഉരുണ്ടെണീറ്റ് പല്ലെല്ലാം പോയേനെ. അപ്പോഴത്തേക്ക് ഉമ്മയാണെങ്കിൽ ചായ കൊണ്ടുവന്നു. പിന്നെ ഞാൻ ചായ എടുത്തുകൊണ്ട് റോഡിൽ പോയി. അവർ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചായ തിരിച്ച് അവളുടെ കയ്യിൽ കൊടുത്തത് ദാണ്ടേ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഓൾറെഡി ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ ഡ്രസ്സും കൊണ്ടൊക്കെയാണ് പോയത്. കാരണം എനിക്ക് മറ്റേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കുറേ നേരമൊന്നും ഇരിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. എനിക്ക് എന്നെപ്പറ്റി നല്ല ധാരണയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ടീഷർട്ടൊക്കെ കൊണ്ടാണ് പോയത്. അങ്ങനെ അവിടെ പോയി തിരിച്ച് നമ്മൾ വീട്ടിനകത്തൊക്കെ കയറിയിരിക്കുന്നു, ചായ കുടിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവിടെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് വെറും ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. അങ്ങനെ ഞാൻ പിന്നെ ബിരിയാണിക്ക് പൊരിച്ച പപ്പടമൊക്കെ എടുത്ത് വെച്ചിരുന്ന് ഞാനാണെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ദരിദ്ര അവസ്ഥ കണ്ടിട്ട് നാസിൽ അകത്തോട്ട് കയറി പോകണുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച വല്ല ചിപ്സാ പക്കാവടയോ വല്ല എടുത്തുകൊണ്ട് വരാനായിരിക്കും. നോക്കിയപ്പം അവൾ ഡ്രീം കേക്കും എടുത്തുകൊണ്ടാണ് വന്നത്. പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല കേട്ടോ. ഇതാണെങ്കിൽ അവളുടെ കൃഷിസ്ഥലത്തു നിന്ന് എനിക്ക് കിട്ടിയതാണ്. അത് എടുത്ത് പറയാൻ പറഞ്ഞു. പക്ഷെ നല്ല മധുരമായിരുന്നു. ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി അവൾ ഈ ഡ്രീം കേക്ക് എടുത്തുകൊണ്ടാണ് വന്നത്. മൈഗ്രെയിനുള്ള എനിക്ക് ഓൾറെഡി വെളിയിൽ നിന്ന് വെയിൽ കൊണ്ട് എനിക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവൾ ഈ മധുരം എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞാൻ അവൾ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞ് ഇച്ചിരി കഴിച്ചു. എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് പറയണേടി വീഡിയോ ഓണാണ് കേട്ടോ. അപ്പോൾ അവൾ ഓക്കെ ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് പോയി. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ കഥയൊക്കെ പറഞ്ഞിരുന്നു, ചായയൊക്കെ കുടിച്ചിട്ട് ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു. ഒന്നല്ല 2 മാവുണ്ടായിരുന്നു. അതിൽ ഒരു മാവിൽ നിന്ന് നമ്മൾ മാങ്ങ പറിച്ച് ഉപ്പും മുളകും വെച്ച് തിന്നാന്നും പറഞ്ഞ് ഇപ്പം മാങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നാസിലയുടെ കസിനാണ് കേട്ടോ. ഇവനാണ് വേണ്ടാത്ത പണിക്കൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണത്. അങ്ങനെ പിന്നെ ഞാൻ ചുമ്മാ റോഡിലോട്ട് ഇറങ്ങിയാണ് ഈ ഒരു സൺസെറ്റ് വ്യൂ കണ്ടിട്ട്. എനിക്ക് സൺസെറ്റ് ഞാൻ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ അതൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും ബിസ്മിയുടെ ഒരു കോൾ വന്നു, ചായ കുടിക്കാൻ പോകാമെന്ന്. അങ്ങനെ പിന്നെ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ബിസ്മി ഞാനും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം എവിടെ പോകണമെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞ് സഞ്ജുവിൻ്റെ ചായക്കടയിൽ പോകാമെന്ന്. അത് എൻ്റെ ഒരു സ്പോട്ടാണ് കേട്ടോ. അത് ഞാൻ കൊണ്ടുപോയി ഇവക്കും ഇപ്പോൾ അതൊരു ഇതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെയൊന്നും അല്ല പോയത്. ലാസ്റ്റ് നമ്മൾ കഥ പറഞ്ഞ് മാനവീയം വീതിയിലൊക്കെ എത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടി 2 യുവതികൾ കോവളത്ത് നിന്ന് മാനവീയം വീതി വരെ പോയിക്കുകയാണ് ഇന്നലെ. എന്നിട്ട് മാനവീയം വീതി എത്തിയപ്പോൾ അവിടുത്തെ ആംബിയൻസ് എനിക്കും സെറ്റായില്ല, അവൾക്കും സെറ്റായില്ല. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്കിങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് നിന്ന് ആലോചിച്ച് എവിടെ പോകാമെന്ന്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ശംഖുമുഖം ചൂസ് ചെയ്ത് അങ്ങനെ മാനവീയത്തിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ ശംഖുമുഖത്ത് ഇറാനിയിൽ വന്നു. അപ്പോൾ ഇറാനി വന്നാൽ എനിക്ക് ഇവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കോഫിയും കുടിച്ച് അവൾ ചായയും കുടിച്ച് പിന്നെ ഏതാണ്ട് സ്നാക്സൊക്കെ കഴിച്ചു നമ്മൾ. അങ്ങനെ പിന്നെ അവിടെ കൂടി തേരാപാര നടക്കുകയായിരുന്നു. ഭയങ്കര റഷായിരുന്നു ഇന്നലെ കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇന്നലത്തെ ദിവസം എന്താണെന്നുള്ളത് ഭയങ്കര ചൂടും ഭയങ്കര ഡീഹൈഡ്രേഷൻ ഫീലായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ തളർന്നു. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് അവിടെ നിന്ന് തിരിച്ച് ബിസ്മീനെ വീട്ടിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നടന്ന് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റോഡിൽ വണ്ടി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ബിസ്മിയുടെ വീട്ടിൽ കിടന്നാണ് ഉറങ്ങിയത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ അവളുടെ വീട്ടിലുള്ളവരൊക്കെ വിചാരിച്ചത് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചെന്നാണ്. പക്ഷെ നമ്മൾ ആക്ച്വലി ചായ മാത്രമേ കുടിച്ചുള്ളൂ. രാത്രിയായപ്പോൾ അവൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു. എനിക്കും അപ്പോൾ ഞാനൊരു കമ്പനിക്ക് കൂടെ പോയതാണ്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്ന തണ്ണിമത്തൻ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി 1 മണിക്കോ 2 മണിക്കോ എങ്ങാണ്ടുമാണ് ഇതൊക്കെ നടക്കണത് കേട്ടോ. അങ്ങനെ അതും കുടിച്ചിട്ട് ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ ഉറക്കമില്ലായിരുന്നു, എനിക്ക് അവൾക്കും ഉറക്കമില്ലായിരുന്നു. 4 മണിക്ക് ഉറങ്ങിയിട്ട് എനിക്കാണെങ്കിൽ ഇത് ഇപ്പോഴും തലവേദന എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഇവിടെ എവിടെയെങ്കിലും തലയിറങ്ങി വീഴോ എന്തെങ്കിലും ആയിരിക്കും നടക്കാൻ പോണത്. അങ്ങനെ പിന്നെ ഇന്നലെ കാവടിയും തുള്ളി ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കണുണ്ട്. പക്ഷേ ഇന്ന് അത്ര സുഖമില്ല കേട്ടോ. ഇന്നലെ പക്ഷേ കൊള്ളായിരുന്നു, നല്ല ദിവസമായിരുന്നു. അങ്ങനെ പിന്നെ ഇത് നമ്മൾ എന്തിനു ചിരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പിന്നെ മുഖത്തോട് മുഖം നോക്കിയാൽ അപ്പം ചിരി തുടങ്ങും. അങ്ങനെ കയ്യിൽ കിട്ടിയ ഏതാണ്ടൊക്കെ വാരി തിന്നിട്ട് ഞാനും അവളും ഇനി പോയി കിടക്കാമെന്നും പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ എനിവേസ് അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.